വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഗുരുധർമ്മം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിതമാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ സമ്മേളനമാണിത്. അത് നല്ല കാര്യമാണ്. അതിൽ പ്രാഥമികമായി വേണ്ടത് ഗുരുധർമ്മം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതിന് പല രീതികളിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. നമ്മുടെ പ്രണവസ്വരൂപാനന്ദ സ്വാമികൾ നല്ല പ്രസംഗമാണ്. ഗുരുദേവ കവിതകളെക്കുറിച്ചാണ് ഞാൻ കേട്ടിടത്തോളം ആദ്യം സംസാരിച്ചത്. പിന്നീടാണ് കരുണയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. എക്കാലത്തും ശിഷ്യനായിരുന്നു കുമാരനാശാൻ. അത് ആദ്യമായി ഗുരു ആരായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്ന ഒരു ധർമ്മം നമുക്കുണ്ട്. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇവിടെ വന്നിട്ടുണ്ട്. നരസിംഹ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1856 19ാം നൂറ്റാണ്ടിലാണ്. 55 ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 56 എന്ന പക്ഷക്കാരനാണ്. എൻ്റെ പക്ഷത്ത് ആരുമില്ല, ഞാൻ മാത്രമായിരിക്കും ഉള്ളത്. 2-3 പേര് വേറെ കണ്ടേക്കും. ഞാൻ പറയാൻ കാരണം, ജനിച്ചതിന് ശേഷം സമാധിയായത് 1928 അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ്. അദ്ദേഹം സമാധി പ്രാപിക്കുന്നത് വരെ ഒരു ജന്മദിനം ആഘോഷിച്ചിരുന്നു. അത് 1856 അടിസ്ഥാനമാക്കിയാണ്. കേരളം മുഴുവൻ, കേരളത്തിന് വെളിയിൽ ബർമ്മ, പല പ്രദേശങ്ങൾ ആഘോഷിച്ച ഒന്നാണ് അദ്ദേഹത്തിന് ഷഷ്ടിപൂർത്തി. അന്നാണ് ഗുരു എന്ന കവിത കുമാരനാശാൻ എഴുതുന്നത്. എന്നാണ് ഇത് ആഘോഷിച്ചത്? ആർക്കെങ്കിലും അറിയാമോ? 1916. 1916 ആവണമെങ്കിൽ ജനിച്ചത് 1856. അതുവരെ കൃത്യമായി ഇത് ആചരിച്ചു പോന്നു. അദ്ദേഹം 1928 സമാധിയാകുന്നത് വരെ, അന്ന് 72 വയസ്സുണ്ട്, ഇതേ തീയതി വെച്ചാണ് ജന്മദിനം ആചരിച്ചിരുന്നത്. പിന്നീടാണ് ആരോ ഇതിന് മാറ്റം വരുത്തിയത്. ആര് വരുത്തി, എന്തിനു വരുത്തി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ വർഷം അത് വലിയ തർക്കവിഷയമാക്കേണ്ടതില്ല. അതിനിടയിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു നിങ്ങൾക്കറിയാമോ? അദ്ദേഹം കുട്ടിക്കാലം മുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യകാലത്തെ ഒരു സംഭവം പറയുന്നത്, ഒരു പുഴച്ചാള എന്നാണെന്ന് പറയുന്നത് പുലിയ സഹോദരന്മാരുടെ വീട് എന്നർത്ഥം. അവിടെ കഞ്ഞി തിളച്ച് പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ന് പഴയ അടുപ്പാണ്, അദ്ദേഹം കയറി ചെന്ന് തീ കെടുത്തിയെങ്കിൽ കഞ്ഞി പോകാതിരിക്കുള്ളൂ. മുതിർന്നവർ ശകാരിച്ചു, നീ എന്തിനാണ് അവിടെ കയറാൻ പാടില്ലല്ലോ, നമ്മൾ മേൽജാതിക്കാരല്ലേ, അവർ താഴ്ന്ന ജാതിക്കാരല്ലേ, ഇപ്പോൾ മേലും താഴെയും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത് ആ കുട്ടിപ്രായത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജനിച്ചത് തന്നെ മനുഷ്യർ തമ്മിലുള്ള ജാതി മത വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് എന്ന് കാണുന്ന വീക്ഷണത്തോടു കൂടിയാണ്. അത് വളർന്നു വരുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തെ ഉപകരിച്ചത്. വിദ്യാഭ്യാസം പല ആശാന്മാരുടെ കീഴിൽ നടത്തി. കുമ്മമ്പള്ളി രാമൻപിള്ളയുടെ ആശാൻ്റെ കീഴിലാണ് ഏറ്റവും അധികം അദ്ദേഹം പഠിച്ചത്. രാമൻപിള്ള ആശാൻ അവസാനം പറഞ്ഞത്, നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, കാരണം എന്നേക്കാളധികമായി നിന്നെ കാര്യങ്ങൾ അറിയാൻ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ആ പഠനം നിർത്തി പോകുന്നത്. അവിടെ പഠിക്കുന്ന കാലത്ത് പാണാവള്ളിയിലാണ് താമസിച്ചിരുന്നത്. അന്ന് ഒരു സംഭവം ആളുകൾ ഉദ്ധരിക്കാറില്ല. അന്ന് കുഷ്ഠരോഗം പിടിച്ചുപെട്ടത്. കുഷ്ഠരോഗം മാറാരോഗമാണ് അക്കാലത്ത്. ഒരാളെ എല്ലാത്തിനും അകറ്റി താമസിപ്പിച്ചിരുന്നു. ആരും അയാളുടെ അടുത്ത് പോകില്ല. ഭക്ഷണം കൊണ്ട് കൊടുക്കും, ആരോഗ്യം തിരിച്ചു പോരും. അയാളെ നേരിട്ട് കാണാൻ ചെന്ന് അയാളെ സ്പർശിച്ച് അയാളുമായിട്ട് വർത്തമാനം പറഞ്ഞ് സഹതാപം നൽകി പോകുന്ന ഒരാൾ
ശ്രീനാരായണ ഗുരുവാണ്. അന്ന് വെറും നാരായണൻ എന്നാളുകൾ വിളിക്കും. അപ്പോൾ ജന്മനാ ഉള്ള ചില സ്വഭാവങ്ങൾ ഞാൻ പറയുകയാണ്. അദ്ദേഹമാണ് പിന്നീട് ജീവിതത്തിൻ്റെ അർത്ഥം തേടി അവധൂത വൃത്തിക്ക് പോയത്. ഇന്ത്യ രാജ്യം, ഭാരതം അനുവദിച്ചിട്ടുള്ള സംഗതിയിൽ അവധൂതൻ എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ ആചാരങ്ങളുമായി അതേ രീതിയിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാൾക്ക് ഒറ്റയാനായിട്ട് ഇങ്ങനെ പോകാൻ സാധിക്കും. അദ്ദേഹം കേരളം മുഴുവനല്ല സഞ്ചരിച്ചത്. ചെമ്പഴന്തിയിലാണ് ജനിച്ചതെങ്കിലും തിരുവനന്തപുരത്ത് പോകുന്ന കാൽനടയായിട്ടാണ്, അവിടുന്ന് ആലപ്പുഴ വരുന്ന കാൽനടയായിട്ടാണ്. കേരളം മുഴുവൻ സഞ്ചരിച്ചു എന്ന് നമുക്കറിയാം. അതിനാണ് അവധൂത വൃത്തി എന്ന് പറയുന്നത്. അവധൂതൻ എന്ന് പറയുന്നത് സത്യം അന്വേഷിക്കുന്നു എന്നർത്ഥം. സത്യം എന്താണ് ലോകത്തിൽ? സത്യം ദൈവമാണ്. അങ്ങനെ പോയി തമിഴ്നാട്ടിൽ പോയി തമിഴ് പഠിച്ചു. തമിഴ് ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പണ്ടൊരിക്കൽ ബാംഗ്ലൂരിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തല്ല എന്ന് പരിചയപ്പെട്ട്, എന്നെ വിളിച്ച് വീട്ടിൽ അത്താഴം കഴിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവർ കന്നഡക്കാരാണ്. അവരോട് ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ പടമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ പടം ഇവിടെ ഇങ്ങനെ വന്നു? അവർ സ്വാമി ഇവിടെ വന്നിട്ടുണ്ട്. ഈ എന്നോട് സംസാരിച്ച സുഹൃത്തിൻ്റെ അച്ഛനും അപ്പൂപ്പനും സ്വാമി വിളിച്ചിട്ട് വരുമായിരുന്നു. കാലത്തോട്ട് നമസ്കരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അവർ കർണാടകം വരെ പോയിരിക്കുന്നു കാൽനടയായി. എത്രയോ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു, എത്രയോ മതക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. ഹിന്ദുക്കളുടെ വീട്ടിൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ വീട്ടിലും ക്രിസ്ത്യാനികളുടെ വീട്ടിലും അദ്ദേഹം കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വിശപ്പുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, അതിനാണ് അവധൂത വൃത്തി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം യോഗാഭ്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് ചട്ടമ്പിസ്വാമികൾ. അവരൊന്നിച്ചാണ് കൊട്ടാരത്തിൽ ജീവനക്കാരനായ ഒരു യോഗ പേരൊക്കെ ഞാൻ മറന്നുപോയി, അവിടെ പോയി യോഗാഭ്യാസം കഴിയുന്നത്. യോഗാഭ്യാസത്തിലൂടെ എന്തെല്ലാം നേടിയെന്ന് നടത്തിയവർക്കേ അറിയാവൂ. നമ്മൾ യോഗാഭ്യാസം ചെയ്യുന്ന താൽക്കാലിക ആരോഗ്യമാണ്. ഞാനത് ചെയ്തിരുന്നൊരാളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രത്യേക മാനസിക സ്ഥിതി എന്നുണ്ടെങ്കിൽ എനിക്ക് നിശ്ചയമില്ല. ശരീരത്തിൻ്റെ ഒരു ആരോഗ്യ സമനില പാലിക്കാൻ പറ്റുന്നു. പക്ഷെ അദ്ദേഹം യോഗാഭ്യാസത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തിയതാണ്. അതിൻ്റെ പരകോടിയിലാണ് അവർ പറയാറുള്ളൊരു വാക്ക് എന്താണ്? ദൈവസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നേരത്തെ പ്രണവസ്വരൂപാനന്ദം പറഞ്ഞില്ലേ, അനുഭവത്തിൻ്റെ കവിതയാണെന്ന്. അതൊരു അനുഭവമാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ പലപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, എനിക്ക് 97 വയസ്സായി. വാർദ്ധക്യം എന്തെന്ന് അത് പ്രാപിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഒരാരും എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. അതുപോലെ അത് ഞാൻ തമാശ പറയുന്നതാണ്. പക്ഷേ ദൈവാനുഭൂതി എന്നത് എല്ലാ മതക്കാരിലും ഉണ്ട്. ഇസ്ലാം മതത്തിൽ സൂഫി യോഗികളുണ്ട്. കുറച്ച് കാലം അവരോട് പോയവരാണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ. സൂഫി യോഗികൾ അവരെഴുതിയ എത്രയോ കവിതകൾ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ മിസ്റ്റീസം ഉണ്ട്. മിസ്റ്റീസം എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ക്രിസ്ത്യാനികളായ സെയിൻറ്റ് ജോൺ, സെയിൻറ്റ് തെരേസ ഓഫ് ആവില, ഇവരൊക്കെ ദൈവാനുഭവം ഉണ്ടായി അതേപ്പറ്റി എഴുതിയ അനുഭവസ്ഥരാണ്. അപ്പോൾ ആ വർഗത്തിൽ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലെ ഋഷികളെല്ലാം ഇത് അറിഞ്ഞവരാണ്. എല്ലാം ഒന്നാണ്, എല്ലാം പൂർണ്ണമാണ് എന്ന് പറയുന്നത് അവരാണ്. ഇതെല്ലാം ഒന്നാണ്, ഇത് പലതല്ല, പലതായി നമുക്ക് തോന്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലതായി തോന്നിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ജാതി മത വ്യത്യാസത്തിന് വല്ല അർത്ഥമുണ്ടോ? പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവർ നേരിടുന്നത് ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യത്തെയാണ്. അവർ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. യേശു കണ്ടപ്പോൾ വളരെ ഹിംസാത്മകമായ ഒരു സമൂഹത്തിലാണ് യേശു ക്രിസ്തു കാണുന്നത് ഈ അനുഭവത്തിന് ശേഷം. അപ്പോൾ ആ സമൂഹത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു പല്ല് കളയുന്നവന് ടൂത്ത് ഫോർ എ ടൂത്ത് ആൻഡ് ഐ ഫോർ എൻ ഐ എന്നൊരു പ്രമാണമാണ് നടന്നിരുന്നത്. നിങ്ങളുടെ ഒരു പല്ല് ഒരാൾ അടിച്ചാൽ അവൻ്റെ മറ്റേ പല്ല് അടിച്ച് നിങ്ങൾ തീർക്കണം. നിങ്ങളുടെ കണ്ണ് പൊട്ടിച്ചാൽ അവൻ്റെ കണ്ണ് പൊട്ടിക്കണം. ക്രിസ്തുവാണ് പറഞ്ഞത്, നിങ്ങളുടെ ഒരു കണ്ണ് പൊട്ടിച്ചാൽ മാപ്പ് കൊടുക്കണം. തിരിച്ച് ഒരു ചേട്ടത്തടിച്ചാൽ മറ്റേ ചെവിടി കാണിച്ചു കൊടുക്കണം. ഒരു പുതിയ സാഹോദര്യ ബോധം ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. ആ സാഹചര്യം അനുസരിച്ച് ചെയ്തതാണ്.
അതുപോലെ ഗുരു കണ്ടത്, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ കണ്ടത് ജാതിയാണ്. അത് അതിന് മുമ്പ് കണ്ട ഒരാളുണ്ട്, അദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല, സ്വാമി വിവേകാനന്ദൻ. നമ്മളോട് യാതൊരു പകയുമില്ല. അദ്ദേഹം കാൽനടയായിട്ട് ചിറ്റൂർ റോഡിലൂടെ നടന്ന് ചോറ്റാനിക്കര പോയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തെ പറ്റി പറഞ്ഞാൽ പ്രാന്താലയം എന്നാണ്. അദ്ദേഹം ഇംഗ്ലീഷ് എഴുതിയ കാലത്ത് ല്യൂണാറ്റിക് അസൈലം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രാന്താലയം? തീണ്ടലുണ്ട്, തൊടിയിലുണ്ട്, ജാതിയുണ്ട്. പിൽക്കാലത്ത് കുമാരനാശാൻ എഴുതിയതാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന്. ഞാനിത് കണ്ടിട്ടുള്ള ആളാണ് എൻ്റെ കുട്ടിക്കാലത്ത്. അവരെന്നെ ദളിതരെന്നാണ് പറയുന്നത്. ഗാന്ധിജി ഹരിജനങ്ങളെന്ന് പറയും, അന്ന് താഴ്ന്ന ജാതിക്കാരെന്ന് പറയും. അവരെ കെട്ടിയിട്ട് തലതയുണ്ട്, അതിനൊക്കെ അവകാശം എല്ലാവർക്കും ഉണ്ട്. മേൽജാതിക്കാർക്ക് കൊല്ലാനും അവരെ ശിക്ഷിക്കാനും നല്ല അവകാശമുണ്ട്. അത് മാറ്റുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അവർ നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വന്നു. എന്നെ തല്ലുന്നത് ആരായാലും, നമ്പൂതിരി ആയാലും മറ്റോ ഏത് ജാതിക്കാരനായാലും അവൻ കോടതിയിൽ ഹാജരായേ പറ്റൂ. അക്കാലത്ത് കോടതിയൊക്കെ തോന്നിയ വഴിയാണ് നടന്നിരുന്നത്. എങ്കിൽ തന്നെയും അത് ഇതിനൊരു മാറ്റം ഉണ്ടാക്കി. ഒന്ന് സൂക്ഷിക്കും, എന്നെ കൊല്ലുന്നതിന് മുമ്പ് പോലീസിൻ്റെ പിടിയിൽ പെടുമോ എന്നൊന്ന് സൂക്ഷിക്കേണ്ട ഒരാവശ്യമുണ്ടാകും. അപ്പോൾ ആ അർത്ഥത്തിൽ അവരൊരു മാറ്റം വരും. ബ്രിട്ടീഷുകാർ നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞാൽ മറ്റൊരു കാരണം അദ്ദേഹം പറഞ്ഞു. ശ്രീരാമൻ്റെ കാലത്ത് ശംഭൂകൻ ശൂദ്രനാണ്, അദ്ദേഹം തപസ്സിട്ട് ഇതേപോലും കൊന്നുകളഞ്ഞു. ശൂദ്രനത് പാടില്ല, ശൂദ്രൻ അക്ഷരം പഠിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള അതിന് താഴത്ത് നിന്ന് പരിചയപ്പെടുന്ന ഒരു ജാതിയിൽപ്പെട്ട ആളെ അനുവദിച്ച ബ്രിട്ടീഷുകാരാണ്. അവരില്ലെങ്കിൽ സാധിക്കില്ല. പാഠത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിപുരാതന കാലം നമുക്കറിയാൻ വയ്യ എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്ത് ഇതാണ് കണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മരുത്വാമയിലെ ഘോരമായ തപസ് എന്ത് ചെയ്യുന്നു, എങ്ങെന്ത് ചെയ്യുന്നു, എന്തനുഭവിക്കും നിങ്ങൾക്കറിയാമോ? ഇല്ല, നിങ്ങളുടെ തപസ് എനിക്കറിഞ്ഞുകൂടാ. തപസ് കഴിഞ്ഞാണ് താഴെ വരുന്നത്. അന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഒരാളെന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, പിന്നത്തെ കണ്ടില്ല. എല്ലാം തോലുമായി അവിടുന്ന് ഇറങ്ങി വരുന്നത്. അതേപ്പറ്റി അദ്ദേഹം പറയില്ല, ആര് ചോദിച്ചാലും ഒന്നും മിണ്ടിയില്ല. മകനാദ്യം ചോദിക്കാൻ തോന്നുകയില്ല. ഞാൻ സഹോദരനോട് ചോദിച്ചിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പൻ. അതേ കൂടെ വളരെ കാലം നടന്നിട്ടുള്ള ശിഷ്യനാണ്, ഗൃഹസ്ഥ ശിഷ്യൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, സഹോദരൻ അയ്യപ്പനെ. മാസ്റ്റർ നേരിട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു, ചോദിക്കാൻ തോന്നുകയില്ല സാധനം. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ദിവ്യവും ഗാംഭീര്യം നിറഞ്ഞതുമായതുകൊണ്ട് ചോദിക്കാൻ തോന്നുകയില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെയാണ് ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി പാർവതി അയ്യപ്പനും ചേർന്ന് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഞങ്ങളോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, ഉദയസൂര്യനെ പോലെ തോന്നുമെന്നാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ തോന്നും. അത് ആണ് കുമാരനാശാൻ്റെ നളിനിയുടെ ആദ്യത്തെ ശ്ലോകം. ഉൽഫുല്ലബാലരവി പോലെ കാന്തിമാൻ. ഉൽഫുല്ലബാലരവി ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ, അതുപോലെ കാന്തിമാനാണ് അന്നത്തെ യോഗി. അപ്പോൾ ആശാനോട് നേരിട്ട് സഹോദരൻ ചോദിച്ചു, ഇത് സ്വാമിയുടെ പ്രതിച്ഛായ രീതിയാണോ എന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. സ്വാമിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, സൂര്യനെ ഉദിച്ചു വരുന്നത് പോലെയാണ്. അങ്ങനെ ഒരു രൂപമാണ് ഈ അദ്ദേഹം അന്ന് വരുന്നത്. നാട്ടിലെത്തുന്നത് ഒന്നോ രണ്ടോ കാര്യം സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് അവിടെയുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഒരാൾ ഒരു പുലിയും മറ്റൊരാളൊരു മൂർഖൻ പാമ്പുമാണ്. രാത്രി തപസ് ചെയ്യുമ്പോൾ കൂടെ ഒന്ന് രണ്ടുപേരും ഉണ്ടാകും. അതിലാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്ന് പറയും. അവരെയൊക്കെ ഉപദ്രവിക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല, പ്രാണിദയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ജാതി എന്നൊരു സാധനം കാണുന്നത്. അപ്പോഴാണ് ഇത് പോയേ തീരൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ദേശകാലകൃതമായ യാഥാർത്ഥ്യം ജാതി മൂലമുണ്ടായ ഘോരമായ ഉച്ചനീചത്വമാണ്. അത് പോകാൻ സഹോദരൻ അയ്യപ്പൻ കണ്ടുപിടിച്ച പ്രായോഗിക മാർഗമാണ് മിശ്രഭോജനം.
അത് ഒരു പുതിയ സഹോദരനെ വിളിച്ചാൽ വരികിൽ അവർക്ക് പേടിയാണ്, അവർക്ക് തല്ലും മേൽജാതിക്കാർ, എന്തെങ്കിലും ചെയ്യാം. പക്ഷേ 1-2 പേരെ പിടിച്ചിരുത്തി വിതരണം ചെയ്ത് ജാതി എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച തിന്മയാണ്, അത് മാറ്റും എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്തത്. എന്ത് കോലാഹലമാണ് ഉണ്ടാക്കിയത്! അവരെ മുഴുവൻ വീട്ടിൽ നിന്ന് ഭ്രഷ്ടാക്കി, സഭയിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ ചോറ് കൊടുക്കില്ല, ക്ഷൗരകനും തുല്യരയ്ക്ക് കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, എല്ലാം. അപ്പോൾ അതിന് രക്ഷിക്കാനാണ് സ്വാമി വന്ന് ഈ മഹാസന്ദേശം കൊടുക്കുന്നത്. മനുഷ്യർ പല ഭാഷയോ ജാതിയിൽപ്പെട്ടവരായാലും അവരെല്ലാവരും ഒന്നായതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണം കഴിക്കാനും പരസ്പരം വിവാഹം ചെയ്യുന്നതിനും വിരോധമില്ല. പരസ്പരം എന്ന് പറഞ്ഞാൽ ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും വിവാഹം ചെയ്യാം. ശിവഗിരി എന്ന കേന്ദ്രം നിങ്ങൾക്കറിയാം. അവിടെ ആദ്യം നടന്ന കല്യാണം എന്നറിയാമോ? ആലപ്പുഴയിൽ വളരെ പ്രധാനം നടക്കുന്ന ഒരു ആയപ്പി കമ്പനിയുണ്ട്, കയർ ഫാക്ടറിയാണ്. കയറിൻ്റെ ഏറ്റവും വലിയ കമ്പനി അതായിരുന്നു. കേരള ബൈരീഷ് 2 ഉണ്ടായിരുന്നു. അവിടെ അത് സ്ഥാപിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് കരുണാകരൻ എന്നാണ്. കരുണാകരനെ BCom പഠിപ്പിക്കണം. അത് പുതിയ ബിസിനസ് നടത്താൻ പറ്റിയ അടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി, അന്ന് ഫ്യൂഡൽ കാലഘട്ടമാണ്. ജർമ്മനിയിൽ വെച്ചാണ് പഠിപ്പിച്ചത്. ജർമ്മനിയിൽ പഠിച്ചു, സന്നിവാത ജ്വരം പിടിപെട്ടു. അന്ന് സന്നിവാത ജ്വരം എന്ന് പറയുന്നത് ഈ ആൻറ്റിബയോട്ടിക്സ് ഇല്ലാത്തത് കൊണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഇന്നാളാണ് വരുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് മരിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അതിനു മുമ്പ് വന്നാൽ വളരെ അപകടകരമായ, മിക്കവാറും മരിച്ചു പോകും. പക്ഷെ നല്ല ശുശ്രൂഷ, ശ്രദ്ധ. ഒരു നഴ്സ് കൂടെ ഇരുന്ന് ഉറക്കം വളച്ച് മുഴുവൻ നേരം ശുശ്രൂഷിച്ചു. അതിൻ്റെ ഫലമേ അദ്ദേഹം രക്ഷിച്ചു. അദ്ദേഹം രക്ഷപ്പെട്ടു. വീട്ടിൽ നിന്ന് എത്ര അകലെയാണ്, വിമാനമില്ല, കപ്പലിലേ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ അനുരാഗബദ്ധരായി. അത് കഴിഞ്ഞ് ഇദ്ദേഹം പക്ഷേ എന്ത് ചെയ്യും, രോഗം കഴിഞ്ഞ് വീട്ടിൽ പോന്നു. പക്ഷേ ആ പെൺകുട്ടി നഴ്സ് ഇത് തിരക്കി വന്നു. കപ്പൽ കയറി അവിടെ ഇവിടെയൊക്കെ യാത്രയിൽ തിരക്കി പിടിച്ച് കേരളത്തിലെത്തിയപ്പോൾ കാര്യം ഇത് പറഞ്ഞു. അപ്പോൾ അറിഞ്ഞവർ പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്ത് കാണുകയാണെന്ന്, ഒന്നും ക്രിസ്ത്യാനി, 2 നിങ്ങൾ വരുന്നത് മദാമ്മ, ഇവിടെ കല്യാണം കഴിക്കുമായിരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതൊന്നും വിഷമിക്കേണ്ട, അവിടെ ഇപ്പോൾ ഒരു ശ്രീനാരായണ ഗുരുവുണ്ട്, അദ്ദേഹത്തെ കാണുക, പരിഹാരം തരുമെന്നു. നേരെ ചെന്നാൽ ഗുരുവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, കരുണാകരൻ്റെ അച്ഛനെ ഒളിപ്പിച്ചു. വിവാഹത്തിന് ആധാരമാകേണ്ടത് ജാതിയല്ല, മതമല്ല, സ്നേഹമാണ്. നമ്മൾ അനുരാഗമെന്ന് പറയും. ഈ കുട്ടിയെ നോക്കൂ, അത് ജർമ്മനിയിൽ നിന്ന് ഇവിടം വരെ തിരക്കി പിടിച്ച് യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നു. എത്ര തീവ്രമായ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം. നമുക്കവരുടെ വിവാഹം നടത്താം. ഇപ്പം ഗുരു പറഞ്ഞാലന്ന് ആ ഒരു ആധ്യാത്മിക ബലം കൊണ്ട് കീഴ്പ്പെട്ടു പോകും. ശ്രദ്ധയോട് കേട്ടി ശിവഗിരിയിൽ വെച്ച് നടത്താം. അവിടെ വെച്ചാണ് കല്യാണം നടത്തിയത്. മാർഗരറ്റ് കരുണാകരൻ. അത് അന്നത്തെ സഹോദരൻ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജർമ്മൻ കേരള വിവാഹം എന്നോ മറ്റോ പറഞ്ഞാൽ തലകിട്ട് നല്ല വേലി കിട്ടി, നല്ല റിപ്പോർട്ടറാണ്. ഞാനത് അദ്ദേഹത്തിൻ്റെ രവി കരുണാകരൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത് എൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നത്. അത് അവിടെ വെച്ച് നടത്തി. മനുഷ്യർ തമ്മിൽ വ്യത്യാസമില്ല, കല്യാണം കഴിക്കേണ്ടതാകും. ശരി. എന്നിട്ടാണ് ജനങ്ങൾക്കിടയിൽ നടന്ന ഈ പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ പറയും. നടത്തി ഈ ഏകദേശം 1888 അരിയപ്പുറം പ്രതിഷ്ഠ. 78 അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. ഔഷധ അറിയാം, ആളുകളെ ചികിത്സിക്കും, ആളുകൾ തമ്മിലുള്ള വ്യത്യാസം മാറ്റും, അക്ഷരം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കും, പഠിച്ചേ തീരൂ എന്ന് പറയും. അപ്പോൾ 78 തൊട്ട് 1928 50 കൊല്ലക്കാലം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, 50 കൊല്ലക്കാലം നിങ്ങളുടെ മധ്യത്തിൽ രഹസ്യ ജീവിതമില്ലാതെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇന്ന് നിങ്ങൾ ആധ്യാത്മിക ജീവികളെ കാണാൻ ഞാൻ ദർശനം വേണം, അനുവാദമൊക്കെ വാങ്ങിക്കണം. ചില സമയത്തേ ഒരു ദർശനം തരുള്ളൂ. ദർശനം തരും, ശരി, കണ്ടിട്ട് വയ്ക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കാണിക്ക വയ്ക്കാം.
അങ്ങനെ യാതൊരു ഏർപ്പാടുമില്ലാതെ ആർക്കും എപ്പോഴും കാണാവുന്ന തരത്തിൽ രഹസ്യ ജീവിതമില്ലാതിരും. രഹസ്യം ഒരു കാര്യത്തിൽ മാത്രം, ഇപ്പോൾ കുളിക്കുന്ന രഹസ്യം വേണമല്ലോ. പിന്നെ ഒന്നുള്ളത് ധ്യാനം. കഥക് പതുക്കെ ചാരും, അത് കഴിഞ്ഞ് ധ്യാനം ചെയ്യണം. അപ്പോഴാണ് ഈ നോക്കാൻ പ്രയാസമാണ് ഉദയസൂര്യനെ പോയിരിക്കുമെന്ന് പറഞ്ഞത്. ബാക്കി സമയം മുഴുവൻ ഒരാൾക്കിടയിലാണ്. ആളുകൾ എന്ന് പറയുന്നത് ഭക്തരുണ്ട്, സന്യാസിമാരുണ്ട്, സംശയാലുക്കളുണ്ട്, വിമർശകരുണ്ട്, കള്ളസ്വാമിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പലരുണ്ട്. ഇവരുടെ മധ്യത്തിൽ പച്ചയായ ഒരു മനുഷ്യനായി ജീവിച്ചിട്ടും ഒരു കരട് ആ ജീവിതത്തിൽ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം. അതാണ് ആ ജീവിതത്തിൻ്റെ വലിപ്പം. അതാണ് ആ ജീവിതത്തിൻ്റെ വലിപ്പം. ഒരു കരട് പോലും പറയാൻ അയച്ചില്ല. ഒരാൾ വന്നിരുന്നു, സംശയാലുവാണ്, അയ്യപ്പൻ പിള്ള. ആലുവയിൽ ചെന്ന് ഞാൻ ആ കള്ളസ്വാമിയുടെ പൂച്ച തെളിയിച്ച് തരാമെന്ന് പറഞ്ഞാണ് പോയത്. കണ്ടു, 2 ദിവസം അവിടെ താമസിച്ചു, തിരിച്ചുപോയി. 2-3 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നു, എനിക്ക് ശിഷ്യത്വം തരണം. അതാണ് സ്വാമി സത്യവ്രതൻ. സത്യവ്രതനായി മരിച്ചു എന്ന് സ്വാമി പറഞ്ഞു. അങ്ങനെ അതിനെ പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആലുവയിൽ ഒരു വാൽമീകി കുന്നുണ്ട്. അത് പഴയ കാലത്ത് ഒരു ക്ഷുരകൻ്റെ വകയായിരുന്നു. അന്ന് 10 ഏക്കർ 100 ഏക്കർ കവറുന്ന വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം എന്തോ പ്രകോപനമുണ്ടായപ്പോൾ ഒരാളുടെ കത്തി കൊണ്ട് കൊന്ന ഒരു കൊലപാതകത്തിൽ ഏർപ്പെട്ടു. ജയിലിൽ പോയി തിരിച്ചു വന്നു. ജീവപര്യന്തം ആയിരുന്നുവെങ്കിലും കാലാവധി നല്ലപോലെ പെരുമാറിയത് നല്ലവനായിരുന്നു. പക്ഷെ എന്തോ ഉണ്ടായി. കൊണ്ടുവന്നതിന് ശേഷം ആരും സമുദായം സ്വീകരിക്കല്ലോ, കൊലപാതകയാണ്. ആ കളങ്കം ജീവിതത്തിലുണ്ട്. നേരെ സ്വാമി വന്നപ്പോൾ നേരെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു, സ്വീകരിച്ചു. പേര് വേലൊന്നോ എന്തോ ആയിരുന്നു. സ്വാമി ആൾക്ക് വാൽമീകി എന്ന് പേര് കൊടുത്തു. വാൽമീകി കാട്ടാളനാണ്. തപസ്സിലൂടെ വാൽമീകി മഹർഷിയായത് നിങ്ങൾക്കറിയല്ലോ കഥ. ആ പേര് വാൽമീകി. അപ്പോൾ ഒരു പാപിയെ പുണ്യവാളൻ്റെ പദവിയിലേക്ക് ഉയർത്തി സ്വീകരിക്കാൻ സ്വാമിക്ക് കഴിയുമായിരുന്നു, ശ്രീനാരായണ ഗുരുവിന് കഴിയുമായിരുന്നു. അങ്ങനെ അനേകം പേരെ നന്നാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ വലിയ അത്ഭുതമായിട്ട് പറയുന്നത് ശമ്പൽ കൊള്ളക്കാരെ അദ്ദേഹം നല്ലവരാക്കിയെന്നാണ്. ജയപ്രകാശ് നാരായണൻ അവർക്ക് അതിനേക്കാൾ വലിയ അത്ഭുതം ഈ ചെറിയ രാജ്യത്ത് ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും അഭിന്നമാണ്. ഇത് തമ്മിൽ വ്യത്യാസമില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജിയേക്കാൾ ധൈര്യമായി അത് പറയാവുന്ന ഒരു വ്യക്തി ലോകത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അത് നോക്കിയാണ് നാം പഠിക്കേണ്ടത്. അതുപോലെ ഈ ജാതി വ്യത്യാസം ഉണ്ടാക്കാൻ എന്തെല്ലാം പരിശ്രമം നടത്തിയെന്നറിയാമോ? SNDP യോഗം വന്നു. SNDP യോഗം പതുക്കെ ഈഴവർ ജാത്യാഭിമാനം അത് ഇതൊക്കെ തുടങ്ങി. ഈഴവർ തന്നെ തമ്മിൽ തരാൻ വളരെ മിടുക്കന്മാരാണ്. അത് കണ്ട് വിഷമിച്ച് കാണും ധാരാളം, ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ പ്രബുദ്ധ കേരളത്തിൽ നമുക്ക് ജാതിയോ മതമോ ഇല്ല, നമ്മെ ആളുകൾ ജാതിയിൽ മതത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോഴും പറയുന്നത് ശരിയല്ല, നമുക്ക് ജാതിയോ മതമോ ഇല്ല. അത് കഴിഞ്ഞ് 1921 കൊല്ലത്തിനടുത്തുള്ള സ്ഥലത്ത് പ്രാകുളം മൂർക്കോത്തുകുമാരനെ കൊണ്ടുവന്ന് അവിടെ ഒരു സഭ പിടിച്ചു കൊടുത്തു. SNDPക്കാരെല്ലാം വരാൻ പറഞ്ഞു. എല്ലാവരും ചെന്നു. കുമാരനാശാനുണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്, മൂർക്കോത്തുകുമാരനുണ്ട്. ഇവരെല്ലാവരും കൂടിയപ്പോൾ ഒറ്റ പ്രമേയം സഹോദരനയ്യപ്പനാണ് അവതരിപ്പിച്ചത്. SNDP യോഗം ഒരു സമുദായത്തിൻ്റെ സംഘടന അല്ലാത്തതിനാൽ ശ്രീനാരായണ ധർമ്മം പരിപാലനം എന്നാണ് പറയുന്നത്. ഇതിൽ ജാതി മതഭേദം കൂടാതെ ആരെയും ചേർക്കാവുന്നതാണ്. ഒറ്റ വാക്കിൽ അഭിപ്രായമുണ്ട്. ആ ദിവസം തന്നെ മന്നത്ത് പത്മനാഭൻ SNDP യോഗം മെമ്പറായി. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പ് എഴുതിയത് അവരുടെ പത്രമാണ്, സർവീസ് എന്ന പേരായ NSS പത്രമാണ്. അന്ന് തന്നെ തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാർ അംഗമായി. യുക്തിവാദി MC ജോസഫ് നിരീശ്വരവാദിയാണ്, അദ്ദേഹം അംഗമായി. അങ്ങനെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അന്ന് അംഗമായി.
അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഇതാണ് ചരിത്രം. ഇതാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ കർമ്മമാണ് എൻ്റെ സന്ദേശം, അതല്ലാതെ വേറൊരു സന്ദേശവും പറയേണ്ടതില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാത്തരം സ്പർദ്ധകളിൽ നിന്ന് വിമുക്തരാക്കി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ പല ജാതിയും ജയിക്കുന്നു, പല മതങ്ങൾ ജനിക്കുന്നു. പക്ഷേ ആ മതത്തിൻ്റെയും ജാതിയുടെയും സങ്കുചിതമായ വീക്ഷണത്തിൽ നിന്ന് അവരിതൊക്കെ ഉണ്ടാക്കിയെടുക്കും സംഘടനക്കാർ. അതീതമായി ഇതെൻ്റെ സഹോദരനാണ്, അയാൾ മുസ്ലിം ആയിരിക്കാം, അയാൾ ക്രിസ്ത്യാനിയായിരിക്കാം എന്നൊരു ഹിന്ദുവിന് പറയാൻ കഴിയണം. അതുപോലെ തിരിച്ചും അവർക്കും പറയാൻ കഴിയണം, ഇതിനതീതമായി കാണണം. അതാണ് മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവിടെയാണ് മനുഷ്യൻ നന്നാവുന്നത്. ജാതിപരമായ വിരോധമോ മതപരമായ വിരോധമോ പുലർത്താതെ മനുഷ്യരെ സഹോദരങ്ങളായിട്ട് കാണുക. അത് പാശ്ചാത്യരുടെയും ക്രിസ്തുവിൻ്റെയും ഓൾ മെൻ ആർ ബ്രദേഴ്സ്, ഏവരും സഹോദരരാണ്. അത് സ്ഥാപിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുമുണ്ട്. മനുഷ്യൻ എന്ന കുരുത്തം കിട്ട ജന്തു ഇതെല്ലാം പഠിപ്പിച്ചിട്ടും ഇതുവരെ അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ ശ്ലോകം ചൊല്ലുന്നതും പഠിക്കുന്നതും, ഞാനിതൊക്കെ ചൊല്ലുന്ന ആളാണ്, പഠിച്ച ആളാണ്, പഠിക്കുന്ന ആളാണ്, എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇതാണ്. അത് നമ്മുടെ രാമകൃഷ്ണ പരമഹംസനൊരു കഥ പറയുമായിരുന്നു. അദ്ദേഹം കൊച്ചു കഥകൾ പറയുന്നതാണ്. ഒരു കഥ ഇതാണ്. ഒരിക്കൽ എന്നെ വെച്ച ഉദാഹരണത്തിന്, എൻ്റെ കൊച്ചുകുട്ടി, ഞാൻ വയസ്സനല്ല, കുറച്ച് ചെറുപ്പകാലത്ത് അവൻ ശർക്കര തിന്നുന്നു കണ്ടമാനം. വീട്ടിൽ എവിടെ ഇരുന്നാലും അവൻ ശർക്കര എടുത്തിരിക്കും. കിടക്കാൻ നേരത്ത് പോക്കറ്റിട്ട് രാത്രി എഴുതാക്കും, അത് വീണ്ടും കഴിക്കുന്നു. ഇത് വലിയ കുഴപ്പമായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കില്ല. സ്വാമി എടുത്ത് കൊണ്ടുപോയി, ഒരു സന്യാസി എടുത്ത് കൊണ്ടുപോയി. ഇവൻ ഇങ്ങനെ ചെയ്യുന്ന, സ്വാമി ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം. സ്വാമി അവരെ വിളിച്ച് കഴിഞ്ഞ ആ മോൻ എങ്ങനെയാണ് കൃഷിക്കുമല്ലേ? ശരി, പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് അവർ രണ്ടാമത് ചെന്നപ്പോൾ സ്വാമി ഇവനെ വിളിച്ച് മടിയിലിരുത്തി, മോനെ, ശർക്കര ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മോശമാണ്, അത് വളരെ ദോഷം ചെയ്യുന്നതാണ്, വേറെ കഴിക്കരുത് കേട്ടോ. കഴിക്കില്ല, സംഭവിച്ചു, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ഉപദേശം അതാണ്. അപ്പോൾ ഈ അച്ഛനോട് എനിക്കൊരു സംശയം, ഇത് 1 മാസം മുമ്പ് പറയാവുന്നല്ലേ ഉള്ളൂ, ഈ 1 മാസം ഇത്രയും താമസിച്ചത് എന്തിനാ? ഞാൻ തിരിച്ചെന്ന്, സ്വാമി ഇത് ഞാൻ ചോദിച്ചോട്ടെ, ശ്രമിക്കണം. 1 മാസം മുമ്പ് സ്വാമിക്ക് അപ്പോൾ പറഞ്ഞോളൂ, 1 മാസം മുമ്പ് ഞാനും ശർക്കര കൂടുതൽ കഴിക്കുമായിരുന്നു, അന്ന് ഞാനത് നിർത്തി. ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ അർഹതയുള്ളൂ. ഞാൻ ആചരിക്കുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ഉപദേശിക്കാൻ അർഹതയില്ല. കള്ളു കുടിക്കുന്നവൻ മദ്യനിരോധനത്തിന് പോകുന്ന നാടാണ് നമ്മുടേത്. മദ്യനിരോധന പ്രസംഗവും മദ്യത്തിലായിട്ട് പ്രസംഗിക്കും. അത് ഇല്ലാതെ ജീവിതത്തിൻ്റെ കർമ്മത്തിൽ ആചരിച്ചതിന് ശേഷം ആചരണം, അതിന് ശേഷമാണ് ഉപദേശം. അതാണ് സ്വന്തം ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ടല്ല ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ക്രിസ്തുമതം സ്വീകരിച്ചു. ജോൺ ധർമ്മതീർത്ഥൻ സ്വാഗതം ചെയ്തു. ക്രിസ്ത്യാനികൾക്കൊരു ക്ഷേത്രം, ഒരു പള്ളി പണിയണം, നാം കൂടെ വരാം. മോസ്ക് പണിയണം, നാം കൂടെ ഉണ്ടാകും. എല്ലാവരെയും ഒന്നായിട്ട് കാണാനുള്ളൊരു കഴിവുണ്ട്. അതായത് അവനവൻ്റെ ജാതി മത സങ്കുചിത്വത്തിന് അതീതമായി മനുഷ്യരായി കാണാൻ ഒരു പരിശീലനം, സംസ്കാരം എന്നാണ് ഞാനത് പറയുന്നത്, നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ആ സംസ്കാരത്തിന് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചത്, അദ്ദേഹം പ്രവർത്തിച്ചത്, കവിതയിൽ എഴുതിയത്. കവിതകളൊക്കെ വേറെ പ്രശ്നം സ്വാമിയോട് ചൊല്ലി കേൾപ്പിച്ചു. അത് പ്രത്യേക പഠനം, തപസ് അനുഷ്ഠിക്കലേ മനസ്സിലാവുള്ളൂ. ഇത്രയും അത്ഭുത സിദ്ധിയുള്ള കവിത്വം വരെ കണ്ടിട്ടില്ല ഞാൻ. എനിക്കർത്ഥം ഒന്നാമത്തെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമ്മുടെ ദൈവദശകം പോലെ അർത്ഥം പറയാൻ പ്രയാസമല്ലേ. അതിൽ ആ ഏകത്വമൊക്കെ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, അർത്ഥം പറയണം, ഇത്രയേറെ പറയണം. അത് അദ്വൈതത്തിൻ്റെ കാതലാണ്. അതൊക്കെ ഇത്ര ചെവിയിൽ ഒതുക്കി പറയാൻ മറ്റ് ഈശ്വരാനുഭവം ഇല്ലാത്ത ഒരാൾക്കൊരിക്കലും സാധിക്കില്ല. ആശാന് പോലും സാധിക്കില്ലത്. ആശാൻ ഇദ്ദേഹമാണ്. ആശാൻ തന്നെ എന്തിനാണ് പോയത്? ആശാൻ പോയത് സന്യാസി സ്വീകരിക്കാനാണ്. ആശാൻ്റെ ആദ്യത്തെ കൃതി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോപ്പി ഒരാൾ കൊണ്ടുപോയ ചെറിയ പുസ്തകം. അരുവിക്കരയിൽ താമസിക്കുന്ന
ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ ചിന്നസ്വാമി കുമരു എഴുതിയെന്നാണ് ഇരിക്കുന്നത്. സന്യാസം ഒരു ദിവസം കിട്ടും, അതെന്തെങ്കിലും ഒരു പ്രത്യേക പേരും കിട്ടും, കാഷായം കിട്ടും കരുതിയിരുന്നപ്പോൾ ഒരു ദിവസം വിളിച്ചു, കുമാരൻ എന്നോട് വരൂ. എങ്ങോട്ട് വരണം? ബാംഗ്ലൂരിൽ പോകാം. ബാംഗ്ലൂരിൽ പോയി ഡോക്ടർ പർപ്പുവിനെ കണ്ടു. ദൈവൻ ധാരാളം കഴിവുകളും സിദ്ധികളുള്ള ഒരുത്തനാണ്. ഉപരിവിദ്യാഭ്യാസം ജയിച്ച് അവൻ ലോകത്തിന് നേട്ടമാകും. തിരിച്ചു പോരാൻ നേരത്തെ 18 വയസ്സുകാരെന്ന് 18 വയസ്സേ ഉള്ളൂ. കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അത്ര വളരെ ബന്ധമായിരുന്നു. പക്ഷേ പഠിച്ചു, മദ്രാസിൽ പഠിച്ചു, ബാംഗ്ലൂർ പഠിച്ചു, കൽക്കട്ടയിൽ നിന്ന് വരുന്നത് പുതിയൊരു മനുഷ്യനാണ്. ആ കവിയാണ് വീണപൂ എഴുതുന്നത്. ഇങ്ങനത്തൊരു മാറ്റമാണ് ഉണ്ടായത്. ഇതൊക്കെ ആര് സൃഷ്ടിച്ചു? ഇതൊക്കെ കളിമണ്ണിൽ നിന്നും മനുഷ്യനെ ഉയർത്തി കാണിക്കുന്ന അത്ഭുത സിദ്ധിയാണ്. അത് ശ്രീനാരായണ ഗുരുവിനെ മാത്രം സാധിക്കുന്നതാണ്. അനേകം പേർ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസ്ഥയും പറഞ്ഞു. 97 വയസ്സുകാരനാണ്, നിൽക്കാൻ വയ്യ. പല ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമല്ലാതായി വരുന്നു. എങ്കിലും ഇത്രയും പറഞ്ഞതിൽ ഞാൻ എന്നെ സ്വയം അല്പം ദുഃഖിച്ചുകൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയും